ക്ലാസ്സുകളിൽ പ്രകാശവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതിഭാസങ്ങളും അനുബന്ധ നിയമങ്ങളും നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ക്ലാസ്സുകളിൽ ഇവയൊക്കെ പഠിപ്പിക്കുന്നത് വരച്ചും ചിത്രങ്ങളോടുമൊക്കെയാണ്. പക്ഷേ കുട്ടികളിൽ ശരിയായൊരു ധാരണ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നില്ല. നമ്മൾ ചെറിയ പരീക്ഷണങ്ങളിലൂടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാവുകയും ഏറെക്കാലം അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു പരീക്ഷണമാണ് നമ്മളിവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമുക്ക് സമതല ദർപ്പണത്തിലൂടെയുള്ള പ്രതിഫലനം എങ്ങനെയാണെന്ന് നോക്കാം. സമതല ദർപ്പണത്തിലൂടെയുള്ള പതനകോണും പ്രതിഫലന കോണും തുല്യമായിരിക്കും. ക്ലാസ്സുകളിൽ അവ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലേസർ ഉപയോഗിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. കോൺകേവ് ദർപ്പണത്തിൽ സമാന്തരമായി പതിക്കുന്ന രശ്മികൾ പ്രതിഫലനത്തിന് ശേഷം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഫോക്കസ്. അത് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. പ്രകാശത്തിൻ്റെ ശരിയായ പാത കാണാൻ വേണ്ടി നമ്മളിവിടെ ഇതുകൊണ്ട് പുകച്ചിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം വിസരണം സംഭവിക്കാതെ നമുക്ക് പ്രകാശത്തിൻ്റെ പാത വ്യക്തമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ പുകച്ചിട്ടുണ്ട്. ഒരു ബിന്ദുവിൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഫോക്കസ് ദൂരം അളന്ന് കണ്ടുപിടിക്കാവുന്നതുമാണ്. ഇതൊരു കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ അതിൽ പതിച്ച് പ്രതിഫലിക്കുന്ന രശ്മികൾ പരസ്പരം അകന്നു പോകുന്നത് നമുക്ക് കാണാം. കോൺവെക്സ് ലെൻസിൽ സമാന്തരമായി പതിക്കുന്ന രശ്മികൾ അപവർത്തനത്തിന് ശേഷം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ്. നമുക്കിത് വളരെ വ്യക്തമായി അതിൻ്റെ ഫോക്കസ് കാണാവുന്നതാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഫോക്കസ് ദൂരം അളന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് പ്രിസത്തിലൂടെയും ഗ്ലാസ് ലാബിലൂടെയും ഒക്കെയുള്ള അപവർത്തനം നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. പ്രിസത്തിലൂടെ അപവർത്തനത്തിന് ശേഷം വളഞ്ഞു പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം. സാധാരണ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കാറുള്ള പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രതിഭാസമാണ് ടോട്ടൽ ഇന്നേണൽ റിഫ്ലക്ഷൻ. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെയും മറ്റും പ്രവർത്തനത്വം ഇതാണെങ്കിലും കുട്ടികൾക്ക് ശരിയായി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കാണാനുള്ള യാതൊരു അവസരവും ലഭിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബും കുറച്ച് ജലവും ഉപയോഗിച്ച് നമുക്കിത് വളരെ വ്യക്തമായി കാണിക്കാവുന്നതാണ്. വശങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. സാധാരണ ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ വളരെ വിഷമമാണ്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സാധാരണ ബയോളജി ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വിഷയമാണ് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നിവ. ഈ കണ്ണിൻ്റെ രണ്ട് വൈകല്യങ്ങളാണ് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നിവ. ഇത് പരിഹരിക്കുന്നത് വിവിധ ലെൻസുകൾ ഉപയോഗിച്ചാണ്. കണ്ണിൻ്റെ ഒരു ഏകദേശ മാതൃകയാണ് നമ്മളിവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് കണ്ണിൻ്റെ റെറ്റിനയെയും ഇത് കണ്ണിൻ്റെ ലെൻസായുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ണിൽ സാധാരണയായി ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൽ സാധാരണ ഈ ദിശയിലാണ്, ഇവിടെയാണ് രൂപപ്പെടേണ്ടത്. പക്ഷേ ഷോർട്ട് സൈറ്റ് ഉണ്ടാകുമ്പോൾ കണ്ണിൻ്റെ നേത്രഗോളത്തിന് നീളം കൂടുകയും അതിൻ്റെ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലായി രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കോൺകേവ് ലെൻസുകൾ ഉപയോഗിച്ച് അതിൻ്റെ അകറ്റി ആ പ്രതിബിംബം വ്യക്തമായി ഇവിടെ രൂപപ്പെടുത്തുന്നതാണ്. സാധാരണ അവ്യക്തമായ രൂപമാണ് ഇതാകുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് വെക്കുമ്പോൾ അവിടെ വ്യക്തമായൊരു പ്രതിബിംബം രൂപം കൊള്ളുന്നു. അടുത്ത ആണ് ലോങ് സൈറ്റ്. ദൂരെയുള്ള വസ്തുക്കളെ കാണുന്നതും അടുത്തുള്ള വസ്തുക്കളെ കാണാത്തതുമാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതിൻ്റെ നേത്രഗോളം ചെറുതാകുന്നതോ അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ കുറയുന്നതോ ഇതിന് കാരണം. അപ്പോൾ റെറ്റിനയ്ക്ക് പിന്നിലായാണ് പ്രതിബിംബം സാധാരണ രൂപം കൊള്ളുക. അപ്പോൾ റെറ്റിനയ്ക്ക് അതിൻ്റെ പ്രകാശത്തിൻ്റെ മാറ്റം വരുത്താനായി നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ പ്രതിബിംബം നേരായി റെറ്റിനയിൽ തന്നെ പതിപ്പിക്കുന്നു. ബോട്ട് സെക്യൂരിറ്റി സിസ്റ്റം എന്ന സംവിധാനമാണിത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സമൂഹം നിർമ്മിക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ബോട്ട് അപകടം ഉണ്ടാകുന്നത് ഓവർലോഡ് കാരണമാണ്. അതായത് ബോട്ട് കരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുമ്പ് തന്നെ ഇത് ഓവർലോഡ് ആണെങ്കിൽ അത് ഒന്നും ചെയ്യാൻ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ബുക്സിലെ അനുസരിച്ച് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. അതായത് സ്ട്രെസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്ട്രെയിൻ. അതായത് ഈ ബോട്ടിൻ്റെ കപ്പാസിറ്റി 50 കിലോ ആണെങ്കിൽ നമ്മൾ ആ കോൺസ്റ്റൻറ്റ് 50 കിലോ ആക്കി വെക്കും. ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഇതിൻ്റെ എഞ്ചിൻ എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ എഞ്ചിനാണ്. ഓവർലോഡ് കയറുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമ്മൾ 50 കിലോ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. 50 കിലോയിൽ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ് താന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാനോ സ്വിച്ചാണ്. ഇത് താഴും. അതായത് അന്നേരം ഇത് താഴുകയും കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ച് നമ്മുടെ എഞ്ചിൻ കറങ്ങിക്കൊണ്ടിരുന്ന എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ആവുകയും ചെയ്തു.
അതായത് ബോട്ട് കരയിലേക്ക് ഇറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഓവർലോഡ് അല്ലാതെ കറക്റ്റ് ചെയ്ത് വേണ്ട മാക്സിമം ലോഡായിരിക്കണം. അത് കൂടുതലായി കഴിഞ്ഞാൽ ബോട്ട് വെള്ളത്തിൽ എഞ്ചിൻ വർക്ക് ചെയ്യത്തില്ല. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ അതിൽ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയിരിക്കുകയാണ്. കറക്റ്റ് ലോഡാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു കാര്യം അറിയിക്കണം. ഇതേപോലെ എന്തെങ്കിലും വിഷയമുണ്ട് കാരണം ഇവിടെ വെച്ചിരിക്കുന്ന എമർജൻസി സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ കൺട്രോൾ റൂമിൽ അവർ അറിയിക്കാം. പക്ഷേ നമ്മുടെ ഇവിടെ ഇത് ഓഫ് ആവത്തില്ല, എഞ്ചിൻ ഓഫ് ആവത്തില്ല. അടുത്ത സംവിധാനം ഇപ്പം തേക്കടിയിലൊക്കെ ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ബോട്ടിൻ്റെ ട്രിപ്പ് 2 മണിക്കൂറാണെങ്കിൽ ആ 2 മണിക്കൂറും കഴിഞ്ഞാൽ ബോട്ട് വരാൻ താമസിക്കുമ്പോഴാണ് ബോട്ട് എവിടെ പോയെന്ന് അന്വേഷിക്കുന്നത്. നേരെ മറിച്ച് അന്നേരം തന്നെ ബോട്ട് അപകടം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സംഭവം നടന്ന് തന്നെ ഒരുപാട് സമയം കഴിഞ്ഞിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ ലെവൽ സെൻസർ എന്ന് പറയും. ഈ വാട്ടർ ലെവൽ സെൻസർ ഉപയോഗിച്ച് ഇപ്പോൾ ബോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ കൺട്രോൾ റൂമിൽ അറിയിക്കാനുള്ള സംവിധാനം. ഈ 2 വയർ വെള്ളവുമായിട്ട് അതായത് ജലമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബോട്ട് സിങ്ങിങ് എന്നുള്ള ലൈറ്റ് കത്തുകയും കൺട്രോൾ റൂമിൽ അറിയിക്കുകയും ചെയ്യും ബോട്ട് മുങ്ങാൻ പോകുന്നതെന്ന്. ഉടനെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ച് ശബ്ദത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ബോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തി ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇങ്ങനെ 3 ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത്. ഇത് വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ബാഷ്പവും പെട്രോളിലെ ബാഷ്പവും കൂടി ശേഖരിച്ചിട്ട് കത്തിക്കലാണ്. ഇത് LPG ഗ്യാസിനേക്കാൾ കുറഞ്ഞ ചെലവിൽ കത്തുക ഒരു ഇന്ധനമായിട്ടാണ് കത്തിക്കുക. ഇത് സിലിണ്ടറിലേക്ക് നിറച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാറിലും ഗ്യാസ് കട്ടിങ് എന്നിവയിലേക്കും ഇത് ഉപയോഗിക്കാം. LPG ഗ്യാസിനേക്കാൾ 2 ഇരട്ടി ചൂട് ഇതിൽ ഉണ്ടാവുന്നു. അക്വറിയത്തിലെ മോട്ടർ ഒരു 2 വാട്ടിൻ്റെയാണ് അക്വറിയത്തിലെ മോട്ടർ. ഇത് 250 മണിക്കൂർ ഉപയോഗിച്ചാലാണ് 1 യൂണിറ്റ് വൈദ്യുതി കൊള്ളും. 1 യൂണിറ്റ് വൈദ്യുതിക്ക് 2 രൂപയാണ്. അപ്പുറത്തെ അതിൽ വാട്ടറാണ്. പെട്രോൾ കൂടുതൽ വരുമ്പോൾ പെട്രോളിന്റെ കാറ്റിനും കൂടും. അപ്പോൾ ഈ വാട്ടറും പെട്രോളും കൂടി യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഫോം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടറിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇതും കൂടി പെട്രോളും കൂടിയിട്ട് പെട്രോളിൽ ഇതും കൂടി ചേർന്നിട്ടാണ് ഇത് കത്തുന്നത്. അല്ലെങ്കിൽ പെട്രോൾ മാത്രമായി കത്തുന്നുണ്ടെങ്കിൽ ഇന്ധനം കൂടുതലായി ചിലവായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വാട്ടറും പെട്രോളും കൂടി കത്തുകയാണെങ്കിൽ പെട്രോളിന്റെ ചിലവ് കുറയുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ഇതിന്റെ കത്തറിന്റെ കാഠിന്യം കുറയുകയും ചെയ്യുന്നു. എന്നാലും നല്ല ഹീറ്റിലാണ് നിൽക്കുന്നത്. ഇത് അലുമിനിയത്തിന്റെ കോറാണ്. അലുമിനിയം കൊണ്ടൊരു ട്യൂബാണ്. പുറത്ത് പോണ ഇന്ധനത്തൊക്കെ പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പാചകം ചെയ്യുന്നതോടൊപ്പം തന്നെ വെള്ളം തിളപ്പിക്കാനുള്ള സൗകര്യമാണ്. ചൂട് അബ്സോർവ് ചെയ്യും. അപ്പം ചൂട് കൂടുമ്പോൾ ഇതിലുള്ള വെള്ളം ചൂടാകും ചെയ്യുന്നു. അപ്പം തിളച്ച വെള്ളം ഇതിലൂടെ ഒരു സിലിണ്ടർ ഫുൾ ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ സമയം കത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 48 മണിക്കൂർ ഒരു സിലിണ്ടർ നിൽക്കുള്ളൂ. ഇത് 1 ലിറ്റർ പെട്രോൾ മതി. LPG അത് 329 രൂപയാണ്. സർക്കാർ നികുതി അളവ് ചെയ്ത സിലിണ്ടറാണ് ഇന്ന് വീടുകളിലൊക്കെ വിതരണം ചെയ്യുന്നത്. എന്നുവെച്ചാൽ 1 ലിറ്റർ പെട്രോൾ മതി 48 മണിക്കൂർ കത്തിക്കാൻ. അപകട സാധ്യത കുറവാണ്. അതിന് വേണ്ടിയിട്ടാണ് കാർബൺ ഡയോക്സൈഡിന്റെ കുറ്റി വെച്ചിരിക്കുന്നത്. ഇത് ഊഷ്മാവ് കൂടുമ്പോൾ ഇതിന്റെ ലെഡ് ഉരുകുകയും അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത് മൂലം തീയെല്ലാം അണയുകയും ചെയ്യുന്നു.